ഉമേഷ്, ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന് പാട്ടുപാടിയവർ യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റിയത് ആരാണ്, അതിന് താങ്ങായി നിന്ന കൈ ആരാണ്, എവിടെയാണ് ആദ്യം കയറ്റിയത് എന്നൊക്കെയുള്ള തെളിവുകൾ പുറത്തെത്തുമ്പോൾ അങ്ങനെ കണ്ടതിൽ എന്താണ് കുഴപ്പം, അങ്ങനെ കേട്ടതിൽ എന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അജിംഷാദ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായി നമ്മൾ ഉന്നയിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വിഷയത്തിലുള്ള മലക്കം മറിച്ചിൽ നമ്മൾ കണ്ടതാണ്. അത് വലിയ ചർച്ചയായതാണ്. കാരണം ഈ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ വിശ്വാസം ആണ് VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ VD സതീശൻ ഈ അന്വേഷണം UDF കൺവീനറിലേക്ക് എത്തുന്നു എന്ന ഘട്ടം വന്നത് മുതൽ മലക്കം മറിയുകയാണ്. ഇന്നും അദ്ദേഹം അക്കാര്യം ആവർത്തിച്ചു. SITയിൽ ഉണ്ടായിരുന്ന വിശ്വാസക്കുറവിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ചോദിച്ചത്, ഈ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിക്കും ഒപ്പം ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനുമൊക്കെ സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുങ്ങിയത് എങ്ങനെയാണ്, ആരാണ് ഇവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ അപ്പോയിൻമെൻറ്റ് നൽകിയത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് അടൂർ പ്രകാശ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, താൻ അപ്പോയിൻമെൻറ്റ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ആരാണ് ഇത്രയും വലിയ സുരക്ഷയുള്ള ഒരു നേതാവിനെ നേരിട്ട് കാണാൻ അവസരമൊരുക്കിയത് ആര് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ആര് അപ്പോയിൻമെൻറ്റ് കൊടുത്താലും എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾ ആ പ്രതികരണം ഇപ്പോൾ കണ്ടു. ആര് കൊടുത്താലും എന്താണ് എന്ന് മാത്രമല്ല, അതിന് അദ്ദേഹം ഒരു ന്യായീകരണം പറയുന്നത് അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്, അങ്ങനെ പലരുമായും ബന്ധമൊക്കെ കാണും, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അത് ആര് അപ്പോയിൻമെൻറ്റ് കൊടുത്താലും എന്താണ് പ്രശ്നം? അത് സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഘട്ടത്തിലും ഒക്കെയും പോറ്റി എവിടെയും പ്രതിയല്ല. സോണിയാഗാന്ധിയെ കാണുമ്പോൾ മാത്രമല്ല അല്ലേ? അതെ അതെ അജിംഷാദ്, അതെ. ഇപ്പോഴാണ് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ പ്രധാന പ്രതി എന്ന് വരുന്നത് ഈ വർഷമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ മുമ്പ് നടന്നതാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രതിയെന്ന് ആ ഘട്ടത്തിലും അറിയില്ല. അപ്പോൾ 2011 ഒക്കെ ഈ സോണിയാഗാന്ധിയെ കാണുന്ന സമയത്ത് ആ സമയത്ത് പ്രതിയല്ല എന്നൊരു ന്യായീകരണം ആണ് VD സതീശൻ പറയുന്നത്. പക്ഷേ ഇത്രയും സുരക്ഷയുള്ള ഒരാളെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയ്ക്കൊക്കെ എങ്ങനെയാണ് കാണാൻ അവസരമൊരുങ്ങുന്നത്? അതും 2 MP മാർക്കൊപ്പം. ഇപ്പോഴത്തെ UDF കൺവീനറായ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണി MP ഉണ്ട്. ഈ 2 പേരുമാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തൻ്റെ മണ്ഡലത്തിലെ ഒരാളാണ് എന്നൊക്കെ അടൂർ പ്രകാശ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ സോണിയാഗാന്ധിയെ കാണിക്കാൻ കൊണ്ടുപോയി? അത് ഒരു തവണയല്ല, പലതവണ അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ സ്വാധീനം ഈ ഉന്നത കോൺഗ്രസ് നേതാക്കളിലൊക്കെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനോട്, കേരളത്തിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ ആ ചോദ്യം ഉന്നയിച്ചതും ആ സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹം വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായില്ല. ഇന്നും SITയെ പഴിക്കുകയാണ് അദ്ദേഹം ഉണ്ടായത്. SITക്ക് മറ്റ് പല ഉദ്ദേശങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിൽ അന്വേഷിച്ചതുപോലെയല്ല SIT ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നൊക്കെയാണ് VD സതീശൻ വാദമായി മുന്നോട്ട് വെച്ചത്. അപ്പോഴും പ്രധാനപ്പെട്ട ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്നും VD സതീശൻ തയ്യാറായിട്ടില്ല. അജിംഷാദ്.